ഹായ് ഹലോ. അപ്പം ഇന്നത്തെ യാത്ര കോഴിക്കോടേക്ക്. അല്ലോ മോനെ, ഇവിടെ വാ, വണ്ടിയിൽ നിന്ന് ഇതൊന്നും എടുക്ക്. അപ്പം കോഴിക്കോട് പോവാണ്. എനിക്കൊരു സ്റ്റാൻഡ് മേടിക്കാൻ. അതിൻ്റെ മുമ്പായിട്ട് ഒന്ന് യൂറോളജി ഡോക്ടറെ ഒന്ന് കാണിക്കണം. അപ്പുറത്തൂടെ യൂറോളജി ഡോക്ടറെ ഒന്ന് കാണിക്കണം. അപ്പം ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് ഞാൻ അതിരിക്കും യൂറോളജി ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് കാറിലാണ്. പിന്നെ ബസ്സിനാട്ടോ പോകുന്നത്. കൊയിലാണ്ടിൽ നിന്ന് ബസ്സിന് പോവുകയാണ്. മിനിയാന്നിട്ട ഡ്രസ്സ് എനിക്ക് ഇതൊട്ട് പിന്നീട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തോളൂ. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പോകുന്നത്. അതങ്ങനെയാണ്. നിനക്ക് കുപ്പിയും ഒന്നും ഉണ്ടാവും. പോയേനെ പോ. അങ്ങനെ സംഭവം. ഇമ്മൻ്റെ ഡ്രസ്സ് എടുത്താത്തേക്ക് വെക്കിട്ടോ. അപ്പം നേരെ സ്പെഷ്യാലിറ്റി പോയിട്ട് യൂറോളജി ഡോക്ടറെ ഒന്ന് കണ്ട് ഡോക്ടർക്ക് എന്താണ് എന്നെക്കുറിച്ച് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് നാളെ ഇക്കരയിൽ ഡോക്ടറെ കാണിക്കാനുള്ള ദിവസമാണ്. അപ്പോൾ യൂറോളജി കാണിച്ചെന്ന് വെച്ചാൽ ഇല്ലയെന്ന് പറഞ്ഞാൽ അപ്പം ചീത്ത ഉറപ്പുള്ള കാര്യം. അതുകൊണ്ട് യൂറോളജി കാണിച്ചിട്ട് ഞാൻ നാളെ ഇക്കരയെ പോകുന്നുള്ളൂ. അതാണ് സംഭവം. എന്നിട്ട് ആദ്യം ഡോക്ടറെ അടുത്ത് പോട്ടെ. എന്നതിന് ശേഷം സോറി കേസ് അതങ്ങനെയാണ്. വണ്ടിയിൽ കുറച്ച് തോന സൗണ്ടിൽ പാട്ട് വേണം. ആ മോളെ, ഉമ്മ അവിടെ ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ടാവുന്ന എടുത്തേ. ആ പാക്കറ്റ് പൊതിഞ്ഞല്ലേ? അത് വേണ്ട, അതും വേണ്ട. ഇത് മോളെ ഉള്ള മാത്രം മതി. കൈ കുത്തിപ്പോയില്ലേ? ഓക്കെ. എന്നാ മോളെ ഡിക്കിന്ന് അതൊന്ന് നന്നാക്കിടേ. അപ്പൊ അങ്ങനെയാണ്. പച്ചില മേഞ്ഞൊരു കാടും തുന്നിയ നൂലില നൂലുതെന്താണ്? ചിലപ്പോ കോപ്പിറൈറ്റും വരും. നമ്മുടെ വണ്ടി വേറെ ആരുടെയെങ്കിലും കയ്യിൽ എടുത്ത് വെച്ചാല് അവരോടിക്ക് വെച്ചാൽ നമ്മുടെ പൊസിഷനൊക്കെ മാറിപ്പോവും. പിന്നീട് അതൊന്ന് സെറ്റായി വരണേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഒന്നായിട്ട് ചളിയാണ് ഗൈസ്. എന്താ വെച്ചാല് ഇത് ഞാൻ ആ മിടി ഇട്ടിട്ട് എനിക്ക് കാല് താഴ്ത്തി വെക്കാൻ പറ്റാഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ബോണറ്റിൻ്റെ മുകളിൽ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ കാല് പൊന്തിച്ച് വെച്ചതായിരുന്നു. അപ്പം ഒന്നായിട്ട് ചളിയാ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ നേരെ പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് എന്താ ഡോക്ടർ പറയുന്നത് നോക്കിയിട്ട് എന്നിട്ട് നേരെ കോഴിക്കോട് പോട്ടെ. എന്നിട്ടൊരു സ്റ്റാൻഡൊക്കെ മേടിക്കട്ടെ. ഓക്കെ, ബൈ. ബാക്കി കാണാട്ടോ. അങ്ങനെ കോഴിക്കോട് അതേ ഒരു അക്ഷരം തെറ്റിയാൽ
പലതും മാറും എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എന്നോട് ന്യൂറോളജിയാണ് കാണിക്കാൻ പറഞ്ഞത്. മോൻ വിളിച്ച് ബുക്ക് ചെയ്ത യൂറോളജി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഞാൻ മോൻ വിളിച്ച് ബുക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കേണ്ടതെന്ന് ആവശ്യമില്ല. അത് 1:30 പോയി ഇരിക്കുന്നുണ്ട്. 2:30 ഡോക്ടർ വരാൻ. അതുവരെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ വന്ന ഡോക്ടർ എന്നോട് ചോദിച്ചു, അങ്ങനെ ഞാൻ മൈഗ്രൈൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, യൂറിന് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ലല്ലോ, കല്ല് അങ്ങനെ ഞാൻ പറഞ്ഞു കല്ലുണ്ട്, അത് പക്ഷേ എനിക്ക് ഇഷ്യൂസ് ആയിട്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു അതെന്നെയല്ല, അത് ന്യൂറോളജിയാണ്. ഞാൻ യൂറോളജിയാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഫീസ് റീഫണ്ട് ചെയ്ത് തന്നു. അങ്ങനെയെല്ലാം കൂടി പിന്നെ വണ്ടി അവിടെ വെച്ച് തിരിച്ച് ബസ്സിന് കയറി. അപ്പോൾ ഈ സംഗീത പോയത് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാവേ. അങ്ങനെ സംഗീതത്തിലെത്തി. ഒരു ധാവണി ഇതാട്ടോ ഞാൻ എടുത്തത്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു വെറൈറ്റി കളറായതുകൊണ്ട് എടുത്തതാണ് ആ ഷാളിന്. പിന്നെ ഇത് അവിടെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. എനിക്ക് ലൈറ്റ് കളറ് ചേരൂല നേഞ്ഞും ഞങ്ങളൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതെനിക്കെന്തോ ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. നല്ല കളറ് പോലെ ഫേസിലേക്ക് തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു വെളിച്ചം വെച്ചതുപോലുണ്ട്. അങ്ങനെ ഈ 2 എണ്ണാട്ടോ എടുത്തത്. അങ്ങനെ സംഗീതത്തിന് സാധനങ്ങൾ മേടിച്ച് തിരിച്ചു പോരുകയാണ്. 2 ധാവണിയാണ് എടുത്തത്. നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വിശദമായിട്ട് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ. ഇനി വേണേ ഒന്ന് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. മറ്റേ ഞാൻ എടുത്തില്ല എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അതിനെക്കൊണ്ട് ഒന്ന് വീട്ടിലെത്തിയിട്ട് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇനി നേരെ ബസ് പിടിക്കണം, വീട്ടിൽ പോകണം. എനിക്കൊരു ഫോട്ടോ വരച്ച് തീർക്കാനുണ്ട്, അതൊന്ന് വരച്ച് തീർക്കണം. അത്രേ പരിപാടിയുള്ളൂ. ഓക്കെ, അങ്ങനെ തിരികെ വീട്ടിലെത്തിട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എന്നെ ഡ്രസ്സാണ് എടുത്തതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടും, അവള് തള്ളുകയാണ്, ഇവൾ എടുത്തിട്ടൊന്നുമില്ല, അവള് ചുമ്മാ പറയാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. ഇല്ലെങ്കിൽ ഞാൻ തള്ളലുകാരിയായിപ്പോവും. അതുകൊണ്ട് വേണ്ടി മാത്രം കാണിക്കാം കേട്ടോ. ഡ്രസ്സ് തന്നെയാണല്ലോ ഞാൻ ആടുന്നിട്ട് നോക്കിയത്. ഇതെനിക്ക് നല്ല ഫിറ്റായിട്ട്, ഇതെനിക്ക് ഒന്നും ചെയ്യേണ്ട, ഷേപ്പ് ഒന്നും ഒന്നും ചെയ്യിക്കാണ്ട് ഉള്ള ആകെയുള്ളൊരു ഡ്രസ്സ് എനിക്ക് കിട്ടിയത്. ഇന്നലെ വാങ്ങിയ 4 എണ്ണം എനിക്ക് ഷേപ്പ് ചെയ്യിപ്പിക്കണം. ഇത് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം കണ്ടല്ലോ, ഞാൻ അതിൽ കാണിച്ചു തന്ന സെയിം സാധനമാണല്ലോ. പിന്നെ അടുത്തത് പിന്നെ ഡിസൈൻ്റെ മുകളിലേക്ക് ഇനി ഒരു കാര്യവും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ തീരുമാനിച്ച്, ഈ വർഷം ഇനി ഞാൻ ഡ്രസ്സ് എടുക്കുകയേ ചെയ്യില്ല. ഈ വർഷം ഇനി എടുക്കാനില്ല. ഇനി എത്ര ദിവസം കൂടി ഉണ്ട് മോനെ? 16 ദിവസം 17 ദിവസം കൂടിയേ ഉള്ളൂ ഈ വർഷം തീരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇനി എന്തായാലും ഞാൻ ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. എന്ത് തന്നെ വന്നാലും ഉള്ളതിട്ട് പോവുക എന്നല്ലാതെ. കാരണം ഇന്നലെ 4 കൂട്ടവും ഇന്ന് 2 കൂട്ടവും വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തട്ട ഒരു വെറൈറ്റി കളർ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. തട്ടവും ഇതും ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് എടുത്തതാട്ടോ. ഇതിന് സൈഡിലാണ് സിബ് വരുന്നത്. ഇതും എനിക്ക് അൾട്രാ ചെയ്യിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ 2 സാധനവുമാണ് ഞാൻ എടുത്തത്.
എന്നിട്ടും എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചത് എനിക്ക് 2 എണ്ണം കൂടി എടുത്തുകൂടായിരുന്നോ ജെസ്സി, ഇനി കിട്ടൂലാലോ, നല്ല കളക്ഷനൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച്. ഞാൻ ചോദിച്ചു ഇക്കാക്ക ഞാനിതൊന്ന് ഇട്ട് തീർക്കട്ടെ എന്നിട്ടല്ലേ നമുക്ക് അടുത്തതിന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനം ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാനിത് ഉപയോഗിക്കുള്ളൂ, അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ആരാമോനെ. ബിസിനസ്. ഓക്കെ.